ഗൈസ്, അർജന്റീനൻ ടീമും അല്ലെങ്കിൽ മെസ്സിയും കേരളത്തിൽ എത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്നൊരു മത്സരം കളിക്കണമെങ്കിൽ അത്ഭുതങ്ങളിൽ അത്ഭുതം സംഭവിക്കണമെന്ന് സ്റ്റിൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുള്ള സമയത്തും ആ ഒരു വാർത്താ സമ്മേളനമൊക്കെ കഴിഞ്ഞ സമയത്തും പറഞ്ഞിരുന്നു. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞത് ഈ പറഞ്ഞ സ്റ്റേഡിയവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കൊച്ചി സ്റ്റേഡിയത്തിൽ എന്തുകൊണ്ട് ആ മത്സരം നടക്കില്ല എന്നുള്ളത്. ഒരുപാട് സെക്യൂരിറ്റി, ഇപ്പോൾ പറഞ്ഞല്ലോ, ആ ഒരു കെട്ടിടത്തിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ എത്രത്തോളമാണെന്നുള്ളത് അറിയാം. അതുപോലെ ഈ കടമുറികളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണെന്നറിയാം. അപ്പം ഇവിടെ കളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞാലും ഈ അർജന്റീനയിൽ നിന്നൊരു സംഘം വന്നിട്ട് കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് വേണ്ട ഈ കാര്യങ്ങളിലേക്കൊക്കെ ഒരു തീരുമാനം എടുക്കാൻ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കടമുറികളിൽ കൂടുതലും ഉള്ളത് റെസ്റ്റോറൻറ്റുകളാണെന്നുള്ളത് അറിയാം. അപ്പം 2 മത്സരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചത്തോളം ഈ കടമുറികളൊക്കെ അടച്ചിടണമെന്ന് മാത്രമല്ല, ഇവരുടെ സാധന സാമഗ്രികളൊക്കെ അടക്കം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരും. അപ്പം അതിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് പറയുന്ന കുറേ പ്രോബ്ലംസും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനത്തെ പ്രോബ്ലം അണ്ടർ-17 വേൾഡ് കപ്പ് നടന്നപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ അല്ലെങ്കിൽ ഒരു ബൈറ്റിൽ കായിക മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇവിടെ വരും. അപ്പം ഈ കാര്യങ്ങൾ കൂടി നമുക്ക് കണ്ട് തന്നെ അവർ ചില കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ധാരാളം സൗകര്യങ്ങളുണ്ട്. ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയമുണ്ട്. 80,000 ആളുകളെ ഇരുത്താൻ പറ്റിയ സ്റ്റേഡിയമാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും യാതൊരു വിധ ചർച്ചകളുടെ ആവശ്യമില്ല. അത് സമയം പറഞ്ഞതുപോലെ തന്നെ ഒക്ടോബറിൽ, കൃത്യമായി ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ദിവസം KCA ഇവിടെ നോക്കും. അത് ഗവൺമെന്റ് സ്റ്റേഡിയം, സർക്കാർ സ്റ്റേഡിയം. അപ്പോൾ ഈ ഒരു ബൈറ്റിൽ ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന കായിക മന്ത്രി പറയുന്നൊരു കാര്യമാണ്, ഇപ്പം ട്രിവാൻഡ്രം സ്റ്റേഡിയം അതിന് വേണ്ടിയിട്ടുള്ള സജ്ജമാണ്, അത് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേഡിയമാണ്, KCAയുടേതല്ല. അവിടെ ആണെങ്കിലും അതിനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസത്തിലൊക്കെ കളിക്കുമെന്നുള്ള കാര്യമൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ KCAയുടെ കയ്യിലാണ് ഈ പറഞ്ഞ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉള്ളത്. അവരാണ് പരിപാലിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ KCA ഈ ഒരു സ്റ്റേഡിയം വിട്ടുകൊടുക്കാൻ റെഡിയല്ല എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. KCAയുടെ അധികൃതർ അറിയിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ അവർ കോടികൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ICC നിലവാരത്തിലുള്ള രീതിയിൽ ആ ഒരു പിച്ചും ഗ്രൗണ്ടും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, സെപ്റ്റംബർ അവസാന ആഴ്ച മുതൽ ഒക്ടോബർ അവസാന ആഴ്ച വരെയാണ് ICC വുമൻസ് വേൾഡ് കപ്പ് നടക്കുന്നത്. അതിൽ ട്രിവാൻഡ്രം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒരു വെന്യൂ ആണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ ഈ ഒരു സമയത്ത് തന്നെ ഒരു മത്സരം നടക്കുമ്പോൾ എങ്ങനെ അത് ക്രമീകരിക്കാൻ കഴിയുമെന്ന് പറയുന്നൊരു ചോദ്യമാണുള്ളത്. അപ്പം ട്രെയിനിങ് പിച്ചടക്കം 11ഓളം പിച്ചുകളാണ് അവിടെ ഉള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ അർജന്റീനയിൽ നിന്നൊരു സംഘം ഇവിടെ എത്തുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ പിച്ച്, അതുപോലെ തന്നെ പുല്ലിൻ്റെ നീളം ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ ആയിട്ട് വളരെ ഡിഫറൻ്റാണ്. അപ്പം ഈ പിച്ച് അവിടെ ഫുട്ബോൾ കളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അപകട സാധ്യതകൾ കൂടാനുള്ളൊരു സമയമാണുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത് വലിയ തരത്തിലുള്ള ഒരു മെയിൻ്റനൻസ് നടത്തുകയും അത് മറയ്ക്കുന്ന തരത്തിലുള്ള രീതിയിൽ ഗ്രാസ് സെറ്റ് ചെയ്യുകയും ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികളുണ്ട്. പക്ഷേ ഈ സമയം എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണം, അതായത് ട്രിവാൻഡ്രത്ത് വെച്ച് നടത്താൻ പറ്റുമെന്നുള്ളതിനൊരു ഉദാഹരണം പറയുന്നൊരു കാര്യമുണ്ട്. അതും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഗവൺമെന്റ് സ്റ്റേഡിയം, സർക്കാർ സ്റ്റേഡിയം. ശരി, ഇപ്പോൾ ബോംബെ വെങ്കട സ്റ്റേഡിയം ക്രിക്കറ്റ് മാത്രം കളിക്കുന്ന, അവിടെയാണ് 2 അന്താരാഷ്ട്ര ഫുട്ബോൾ മാച്ചുകൾ നടന്നത്. അത് കഴിഞ്ഞു, അത് വീണ്ടും ക്രിക്കറ്റ് സ്റ്റേഡിയമാക്കി മാറ്റി. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമുണ്ട്. ഓപ്പോസിറ്റ് ടീം ഏതായിരിക്കും? ഓക്കെ, അദ്ദേഹം വെങ്കട സ്റ്റേഡിയം എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സ്റ്റേഡിയം ഇല്ല, ചിലപ്പം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതായിരിക്കും. വാങ്കഡെ സ്റ്റേഡിയമാണ് മുംബൈയിലുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ ഒരു സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരങ്ങളൊന്നും തന്നെ സമീപകാലത്തൊന്നല്ല, ഞാൻ പരിശോധിച്ച സമയത്ത് ഒരിക്കൽ പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അത് മഹാരാഷ്ട്രയുടെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒക്കെ ഉടമസ്ഥതയിലുള്ള ഒരു സ്റ്റേഡിയമാണ്. മുംബൈ ഇന്ത്യൻസൊക്കെ മത്സരങ്ങൾ കളിക്കുന്ന സ്റ്റേഡിയമാണ്. ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കുന്ന സ്റ്റേഡിയമാണ്. നമുക്കറിയാം 2011 വേൾഡ് കപ്പ് ഫൈനലൊക്കെ അടക്കം നടന്നിട്ടുള്ള സ്റ്റേഡിയമാണ്. അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിൽ ഒരിക്കൽ പോലും ഫുട്ബോൾ മത്സരം നടന്നിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്തൊരു കൃത്യത വേണം എന്നുള്ളതാണ്. പിന്നെ ഇനിയിപ്പോൾ ഉദ്ദേശിച്ചപ്പോൾ നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയം ഉണ്ട്. ആ സ്റ്റേഡിയത്തിൽ പണ്ട് മുംബൈ സിറ്റി FC ISL ഹോം വെന്യൂ ആയിട്ടൊക്കെ കളിച്ചിരുന്നു. പിന്നീട് അവർ അന്തേരിയിലെ അരീന സ്റ്റേഡിയത്തിലേക്കൊക്കെ മാറുന്ന സാഹചര്യം വന്നു. അവിടെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ക്രിക്കറ്റ് മത്സരങ്ങളും, അല്ലെങ്കിൽ ഇപ്പം മുംബൈ സിറ്റി FC ഒടുവിൽ പറഞ്ഞ പോലെ ACL അൽ ഹിലാലിനെതിരെ നടന്നിട്ടുള്ള മത്സരം അവിടെ വെച്ചിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത് ഒരു ലെജൻസ് മാച്ചൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില മത്സരങ്ങളൊക്കെ
ഈ പറഞ്ഞ സ്റ്റേഡിയത്തിലൊക്കെ വെച്ച് നടക്കാറുണ്ട്. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു റെഗുലർ ബേസിസിലല്ല മത്സരങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിക്കറ്റ് മത്സരങ്ങളാണെങ്കിലും ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഗ്യാപ്പുകളുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ ഈ പിച്ചസും കാര്യങ്ങളും ഒക്കെ മറയ്ക്കാനും ഇതിനൊക്കെയുള്ളൊരു കൃത്യമായിട്ടുള്ള സമയം കിട്ടും എന്നുള്ളൊരു സാഹചര്യമാണ്. ഈ ഒരു നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ കോൺസേർട്ടുകളൊക്കെ അടക്കം നടക്കാറുണ്ട്. അത് മാനേജ് ചെയ്യാൻ ഉള്ള സമയമുണ്ട്. അതൊരു ഒരു പ്രൈവറ്റ് സ്റ്റേഡിയമാണ്. അത് ഫുൾ ടൈം അവർ അതിന് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ക്രമീകരിച്ച് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നൊരു സ്റ്റേഡിയമാണ് എന്നുള്ളതാണ്. അപ്പം അതങ്ങനെയാണ് പരിഹരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ MCC സ്റ്റേഡിയം ഉണ്ടല്ലോ ഓസ്ട്രേലിയയിലെ, മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയം, അവിടുത്തെ ഇപ്പം പിച്ചസൊക്കെ ആണെങ്കിൽ ഇപ്പം ഒരു പുതിയ തരത്തിലേക്കൊക്കെ അവർ ചെയ്ത് വന്നിട്ടാണ്. ഇപ്പം അതായത് പോർട്ടബിൾ ആയിട്ടുള്ള പിച്ചസാണ്. അത് മാറ്റിയിട്ട് അവിടെ ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കാൻ പറ്റും. ആ സമയമുണ്ടെങ്കിൽ മാറ്റി ഇത് കൃത്യമായിട്ടൊരു ഫുട്ബോൾ പിച്ചാക്കാനും ക്രിക്കറ്റ് പിച്ചാക്കാനും ഒക്കെയുള്ള രീതിയിൽ ആ ഒരു തരത്തിലാണ്. പക്ഷേ അങ്ങനത്തെ ഒരു തരത്തിലൊന്നും അല്ല ഈ പറഞ്ഞ DY പാട്ടീൽ സ്റ്റേഡിയം എന്നൊക്കെയുള്ളതാണ് മനസ്സിലാക്കുന്നത്. DY പാട്ടീൽ സ്റ്റേഡിയത്തിൻ്റെ കാര്യം വിടാം, നമുക്ക് ഗ്രീൻഫീൽഡ് ആണല്ലോ ഒരു വിഷയം. പറഞ്ഞതുപോലെ ഗ്രീൻഫീൽഡിൽ പറഞ്ഞ വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുന്നൊരു സമയമാണ്. മാത്രമല്ല ഇതിനു വേണ്ടിയിട്ട് ഈ ഫുട്ബോൾ മത്സരത്തിന് വേണ്ടി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ ICC നിലവാരത്തിലേക്ക് വരാൻ ഈ KCAക്കൊക്കെ കോടികൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം വരുന്ന മാസങ്ങളിൽ തന്നെ വീണ്ടും ഇന്ത്യൻ മെൻസ് ടീമിൻ്റെ മത്സരങ്ങളും കൂടിയൊക്കെ അവിടെ വെച്ച് നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അത് കണ്ടറിഞ്ഞ് പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലിപ്പം ഏറ്റവും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനൊരു സംഭവം ആദ്യം കയറിയ ഒരു വാഗ്ദാനം നടക്കുന്നതിനപ്പുറത്തേക്ക് ഇത് എന്തെങ്കിലും ഒരു പ്രോസസ്സ് എത്തി ഒരു കംപ്ലീറ്റ് ആയി ഇവിടെ വരും എന്നുള്ള തരത്തിലായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പറയേണ്ടത്. അല്ലാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു ഇങ്ങനെയുള്ള രീതിയിൽ ഈ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഗിമ്മിക്സിൻ്റെ ഒന്നും ആവശ്യകത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ എത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് ഈ ഒരു വിഷയത്തെപ്പറ്റി? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു കണക്ഷൻ സൈനിങ് ഓഫ്.